ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ്. ഏപ്രിൽ 3-ാം തീയതി വ്യാഴാഴ്ച. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. എല്ലാ മാസവും 2 ഏകാദശികളും 2 പ്രദോഷങ്ങളും എന്നതുപോലെ തന്നെ 2 ഷഷ്ടികളും വരാറുണ്ട്. ശുക്ലപക്ഷ ഷഷ്ടിയും കൃഷ്ണപക്ഷ ഷഷ്ടിയും. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും എന്താണെന്നും അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും ഉള്ള വിശദമായ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്നു. നമ്മുടെ ചാനലിൽ അത് വളരെ വ്യക്തമായി ഒരു കലണ്ടർ എടുത്ത് പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം. സാധാരണയായി നമുക്ക് വേണമെങ്കിൽ 2 ഷഷ്ടിയും എടുക്കാം. പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കൂടുതലായിട്ടും ഷഷ്ടി വ്രതമായിട്ട് അവർ ആചരിക്കുന്നത് ഈ ശുക്ലപക്ഷ ഷഷ്ടിയെയാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട്, വേലായുധ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഷഷ്ടി എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുക്ലപക്ഷ ഷഷ്ടി ദിവസമാണ് അവർ സാധാരണയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അന്നാണ് അവിടെ വിശേഷാൽ പൂജകളൊക്കെ നടക്കുന്നത്. നമ്മുടെ ഇഷ്ടം ഏതെടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ശുക്ലപക്ഷ ഷഷ്ടി എടുക്കുന്നത് കൊണ്ട് സാധാരണ ആളുകൾ അതാണ് എടുക്കുന്നത്. കാരണം അന്ന് പൂജകളുണ്ട്, പ്രത്യേക പൂജകളുണ്ട്, അഭിഷേകങ്ങളുണ്ട്. അന്ന് ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ചോറ് നൈവേദ്യമായിട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളുള്ളത് കൊണ്ട് സാധാരണ ആളുകൾ അങ്ങനെ എടുക്കും. നമ്മുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആർത്തവമുള്ള സ്ത്രീകളാണ് ഷഷ്ടി എടുക്കുന്നതെങ്കിൽ കൃത്യമായി ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ശുക്ലപക്ഷ ഷഷ്ടികളും എടുക്കാൻ സാധിക്കുകയില്ല. ആ സമയത്ത് മാസത്തിൽ ഒരു ഷഷ്ടി, അത് ഏതാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ ഷഷ്ടി എടുത്തു പോവുക. അതല്ലാതെ, അതായത് ആ ഷഷ്ടി എടുത്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തി ഷഷ്ടി എടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നമുക്ക് ഷഷ്ടി വ്രതത്തിൻ്റെ ആ എല്ലാ ക്രമങ്ങളും പാലിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാതെ, വീട്ടിലിരുന്ന് വിളക്ക് തെളിയിക്കാതെ നാമം ജപിച്ച് നമുക്ക് ഷഷ്ടി വ്രതം എടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണക്രമത്തിൽ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ക്രമത്തിൽ ചെയ്യാം. മറ്റ് കാര്യങ്ങൾ, അതായത് ക്ഷേത്ര ദർശനം, വഴിപാട് കഴിപ്പിക്കുക, അല്ലാതെ വിളക്ക് തെളിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി മറ്റാരുടെയെങ്കിലും, നമ്മുടെ പേരിൽ എല്ലാ ഷഷ്ടിക്കും നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ വഴിപാടിനുള്ള പൈസ കൊടുത്തു വിട്ടിട്ട് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യാം അന്നേ ദിവസം. അതിനൊന്നും യാതൊരു ദോഷവുമില്ല. പക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ നമ്മളെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ളത് മാത്രം. എന്നിട്ട് പിറ്റേ തവണത്തെ ഷഷ്ടി നോക്കിയിരുന്ന് ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് ഇരിക്കുകയും ചെയ്യാം. അന്നും ശുദ്ധാഹാരത്തിലിരുന്ന് നിങ്ങൾക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യുക. ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. കാരണം മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. നമ്മുടെ തലയിലെഴുത്ത് പോലും മാറ്റി എഴുതാൻ കെൽപ്പുള്ള ആളാണ് വേലായുധ സ്വാമി. ഒരിക്കലും സാധിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിച്ച് ഈ നരകത്തിൽ നിന്നും ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഇരിക്കുന്ന ആളുകൾക്ക് പോലും മാറ്റമുണ്ടാകും. ചിലപ്പം ആ നരകത്തിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള, അതല്ലെങ്കിൽ അല്പം മനസമാധാനം കിട്ടാനുള്ള മാർഗങ്ങൾ നമുക്ക് ദൈവം കാണിച്ചു തരും. ചിലപ്പം ആ ദുരിതത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് ഉടനെയൊന്നും ഒരു മാറ്റം കിട്ടില്ലായിരിക്കും. പക്ഷേ ജീവിക്കാനുള്ള ഒരു മാർഗമെങ്കിലും ഭഗവാൻ എന്ത് ചെയ്യും? നമുക്ക് തരും. ഉറപ്പാണ്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർ നിർബന്ധമായും അവരുടെ ജീവിതത്തിൽ വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചിരിക്കണം. ഷഷ്ടിവ്രതം എടുത്തിരിക്കണം.
പഴനിയിൽ വർഷത്തിലൊരിക്കലെങ്കിലും പോയി തൊഴണം. അതിന് സാധിക്കുന്നില്ല, അത്ര ദുരിതത്തിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചോളൂ. അതിനെന്തായാലും ഒരു തടസ്സവും വരില്ല. വേലായുധ സ്വാമിയെ ഭജിച്ചോളൂ, ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ. തീർച്ചയായിട്ടും മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഉറപ്പാണ്. സന്തതികൾക്ക് ഉയർച്ചയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് മാറ്റമുണ്ടാകും. കർമ്മഫലം നമ്മൾ അനുഭവിക്കണം. അത് ഭഗവാൻ എപ്പോഴും പറയും. നമുക്ക് വന്നു ചേരേണ്ടുന്ന, നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടുന്നത് അതെല്ലാം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ ആ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ ആ അനുഭവത്തിൽ നമ്മളങ്ങ് തകർന്നില്ലാതായി പോകരുത്. അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്നതിനായിട്ട് ഒരു ഊർജം നമുക്കുണ്ടാകണം. നമ്മളെ ആ കുഴിയിൽ നിന്നും ആരെങ്കിലും കൈക്ക് പിടിച്ച് മുകളിലേക്ക് ഉയർത്തണം. മുമ്പോട്ട് നടക്കാനുള്ള ശക്തി നമുക്ക് നൽകണം. ഈ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോയി മനസ്സമാധാനമുണ്ടാകുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്ക് മാറ്റമുണ്ടാക്കണം. വലിയ വലിയ ആപത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കരുത്. ചിലപ്പം വീഴാനുള്ള യോഗം കാണും, ഇല്ലേ? വീണ് കൈയും കാലും ഒടിഞ്ഞ് കിടക്കേണ്ട അവസ്ഥ വരരുത്. വീണേക്കും, ചിലപ്പം കാലൊന്ന് ഉളുക്കുമായിരിക്കും, ഒടിയത്തില്ല പ്രാർത്ഥിച്ചാൽ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഭഗവാൻ എന്തു ചെയ്യും? നമ്മളെ രക്ഷിക്കും. ഭഗവാനെ പ്രാർത്ഥിക്കുക, ഷഷ്ടിവ്രതം നിരന്തരം എടുക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഷഷ്ടിവ്രതം എടുക്കുന്നതിന് അങ്ങനെ ഉപവാസം അത് നിർബന്ധമല്ല. ഉപവസിക്കുന്നവർക്ക് ഉപവസിക്കാം. ഒരു നേരം നമുക്ക് അരിഭക്ഷണം കഴിക്കാം. അതായത് ഒരിക്കലൂണ്, അത് നമുക്ക് ഷഷ്ടിവ്രതത്തിനാകാം. അത് ഉച്ചയ്ക്കാകാം, അതല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാകാം. ബാക്കി സമയങ്ങളിൽ പഴവർഗ്ഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പഴം കഴിക്കാം, വെള്ളം കുടിക്കാം, പാല് കുടിക്കാം, ഇതൊക്കെ ചെയ്യാം. ഈ ചോറുണ്ണുമ്പം സാധാരണ ഷഷ്ടിവ്രതത്തിന് പുളി ചേർത്ത ചമ്മന്തി, അതായത് വാളംപുളി ചേർത്ത ചമ്മന്തി കഴിക്കാറില്ല. അതിനു പകരം മുളകോ അതല്ലെങ്കിൽ ചമ്മന്തി ആണെങ്കിൽ അതിൽ നാരങ്ങാനീരോ ഒക്കെ ചേർത്താണ് കഴിക്കുന്നത്. വാളംപുളിക്ക് കുറച്ചും കൂടി ഒരു രജസ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഉള്ളി ചേർക്കാറില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ആളുകൾ കഴിക്കുന്നത്. അപ്പം ഇതേ രീതിയിൽ ഒരു നേരം നിങ്ങൾക്ക് അരിഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. അതല്ല 3 നേരവും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് വ്രതമെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപവസിക്കാം. ആ ഒരു നേരം എപ്പം കഴിക്കണമെന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കുക. പിറ്റേ ദിവസം നമ്മുടെ ഏകാദശിയുടെ കൂട്ട് പാരണാ സമയമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാമം ജപിച്ച് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നെങ്കിൽ അവിടെ നിന്നും തീർത്ഥം മേടിച്ച് കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. വീട്ടിലാണെങ്കിൽ കിണ്ടിയിൽ ജലം വെച്ചിട്ട് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് നമസ്കരിച്ച് ആ തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന് അഭിഷേകം ചെയ്യിപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കാം, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കാം, ജലം കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കാം, പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കാം. അതൊക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് ആ രീതിയിൽ ഉള്ള വഴിപാടുകൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കാം. ഭഗവാന് മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മുടെ ഇഷ്ടം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്യാം. അതല്ലെങ്കിൽ 1 രൂപ കാണിക്കയിട്ട് അല്പം എണ്ണ മേടിച്ച് ഭഗവാന് ദീപം തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനോട് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു, അവർക്ക് ആകെ ബുദ്ധിമുട്ടായിരിക്കും, അത് ഇട്ടിട്ട് പോകാനും സാധിക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ഭഗവാനെ കല്യാണം കഴിച്ചു പോയി,
ഇതിനകത്തുനിന്ന് 2 പിള്ളേരുമായി എങ്ങോട്ട് പോകാൻ? ഇനി ഇത് സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞു കൂടിയേ മതിയാകൂ. ഇത് ആണിനും പെണ്ണിനും ഉണ്ടാകാം. അപ്പം നമുക്ക് ഒരു പരിഹാരമില്ല. ഇനി ഈ കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ മതി, അവരെങ്കിലും രക്ഷപ്പെടട്ടെ, അത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ പ്രാർത്ഥന, എൻ്റെ ജീവിതവും ഇങ്ങനെയായി. ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അങ്ങനെയുള്ളവർക്കും ഏറ്റവും ഉത്തമമായ മാർഗമാണ് വേലായുധ സ്വാമിയെ ഭജിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മനസ്സ് നൊന്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പം മറ്റുള്ളവർക്ക് ഉപദ്രവം വരാൻ പ്രാർത്ഥിക്കരുത്. അവനവന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആർത്തവകാലത്തെപ്പറ്റി. അതിൽ ആർത്തവകാലത്തെ പ്രാർത്ഥനയെപ്പറ്റി വളരെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എങ്ങനെ വേണം അമ്പലത്തിൽ പോകാൻ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് തോന്നും ആർത്തവകാലത്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഭഗവാൻ കേൾക്കുകയുള്ളോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നും. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കർമ്മഫലം നമ്മൾ എന്തായാലും അനുഭവിക്കുക തന്നെ വേണം. ആ വീഡിയോ നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ ഒന്ന് കേൾക്കണം. വളരെ നിങ്ങൾക്കത് ആ ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ അത് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മുടെ അത്രയും മനോഹരമായ സംസ്കാരമാണ് നമുക്കുള്ളത്. പക്ഷേ ആ സംസ്കാരത്തെ പലരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വികലമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യമാക്കി ഇട്ടിരുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത്. പക്ഷേ വളരെ മനോഹരമായ സംസ്കാരമാണ് നമുക്കുള്ളത്. നമ്മൾ പഠിക്കേണ്ടുന്നത് വേദങ്ങളും പുരാണങ്ങളുമാണ്. പുരാണങ്ങളും ഭഗവത്ഗീതയും ഒക്കെ നമ്മൾ പഠിക്കുമ്പം വളരെ ശക്തമായും വ്യക്തമായും സ്ത്രീകളെ പറ്റിയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അവരുടെ സാമർഥ്യത്തെപ്പറ്റിയും എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ ഓരോ വാചകവും അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. എന്തിനെ പറ്റിയിട്ട്? കർമ്മം ചെയ്യാൻ, നിങ്ങളുടെ ജോലി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജോലി ചെയ്യാതെ വെറുതെ ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര വ്രതം എടുത്തിട്ടും കാര്യമില്ല. നിങ്ങളിപ്പോൾ ഷഷ്ടിവ്രതം എടുക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങളുടെ പരിചയക്കാരിയെ കാണുന്നു. ആ പരിചയക്കാരെയും നിങ്ങളും കൂടെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോയാൽ, അതല്ലെങ്കിൽ അവർ വന്നോ, ഇവരെന്താ കുറച്ച് ദിവസം ആയല്ലോ അവിടുത്തെ മോള് വന്നിട്ട് പോകുന്നില്ലല്ലോ, എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് പറയുന്നല്ലോ, മറ്റവൻ്റെ കാര്യം അറിഞ്ഞോ, എൻ്റെ വീട്ടിലെ മരുമോള് ഇന്ന് രാവിലെ ഈ പ്രശ്നമായിരുന്നു, അമ്മായിയമ്മ ഈ പ്രശ്നമായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പം നടയടച്ചിരിക്കുന്നു. അപ്പോൾ പുറത്തിരിക്കുമ്പം വേറെ കുറേ കൂട്ടുകാരെയൊക്കെ കാണുന്നു. എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം നട തുറക്കുന്നു, ഓടി അമ്പലത്തിനകത്ത് കയറി തൊഴുന്നു. എത്ര അട്ടയെ നിങ്ങൾ തിന്നു എന്ന് ആലോചിക്കുക. പാക്കനാർ പറഞ്ഞതുപോലെ നിങ്ങൾ വർത്തമാനം പറഞ്ഞ ആളുകളൊക്കെ യഥാർത്ഥത്തിൽ തെറ്റു ചെയ്തവരായിരിക്കാം, തെറ്റു ചെയ്യവരെ പറ്റിയിട്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞത്. പക്ഷേ അവരുടെ പാപം കുറഞ്ഞു. നിങ്ങൾ അവരുടെ പാപവും കൂടി മേടിച്ച് വെച്ചിരിക്കുകയാണ്. അവർക്കൊരു 1000 വട്ടയെ തിന്നാനായിട്ട് ഭഗവാൻ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ 1000 ചാട്ടവാറടി കൊള്ളാനായിട്ട് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 10 പേരോട് പറഞ്ഞപ്പം ആ 10 ചാട്ടവാറടി നിങ്ങൾക്ക് വന്നു, അയാൾക്ക് ബാക്കി കൊണ്ടാൽ മതി. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത് മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതെ നിങ്ങൾ എന്നെ ഭജിക്കുക, എന്നെ സ്നേഹിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ലോകം വളരെ സുന്ദരമാകും, ഓരോ വീടുകളും മനോഹരമാകും. നമ്മുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ബാക്കി 3 പേരും ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. അവർ ചെയ്തോട്ടെ. നിങ്ങൾ മാറാൻ ശ്രമിക്കുക. നിങ്ങൾ മാറിയാൽ തന്നെ കുറേയൊക്കെ മാറ്റം ഉണ്ടാകും. വളരെ മനോഹരമായ സംസ്കാരമാണ് നമുക്കുള്ളത്. ഏഷണി പറയുന്നവരെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിലാണ് രാമായണത്തിലായിക്കോട്ടെ ഭാഗവതത്തിലായിക്കോട്ടെ ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ പറയും മന്ധര മോശപ്പെട്ടവളാണ് അല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിനേക്കാൾ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്.
ഓരോരുത്തടത്തും ഏഷണി വെക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതുപോലുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്ര വ്രതമെടുത്തിട്ടും നമ്മൾ എത്ര നാമം ജപിച്ചിട്ടും നമുക്ക് ഫലമുണ്ടാകാത്തത്. നിങ്ങൾ നിങ്ങളുടെ വീടിനെ പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചിന്തിക്കുക, മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും കാണാതിരിക്കുക. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ സംസ്കാരത്തെ സ്നേഹിക്കുക, അതിൽ നിങ്ങൾ ആനന്ദിക്കുക. നമ്മുടെ പൈതൃകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അഭിമാനിക്കണം. മഹത്തായ സംസ്കാരമാണ് നമ്മുടേതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഭഗവത്ഗീത നിർബന്ധമായും പഠിക്കുക. ഭഗവാനെ മനസ്സിലാക്കുക. ഭഗവാൻ എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കഴിവതും ഇതുപോലുള്ള വ്രതനിഷ്ഠയിലിരിക്കുക. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും മാറ്റമുണ്ടാക്കും. എല്ലാ മാസവും ഏകാദശിയും ഷഷ്ടിയും പ്രദോഷവുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് തന്നെ അതൊരു വല്ലാത്ത ഉണർവുണ്ടാക്കും. ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ തന്നെത്താനെ കുറയും. ഒരു മരുന്നും കഴിക്കണ്ട. വെളുപ്പിനെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നാമം ജപിച്ചു നോക്കിക്കോളൂ. നേരത്തെ കിടന്നുറങ്ങും. ഉറക്കം തന്നെ വരും. വിശപ്പ് താനേ വരും. ഒരു ഡോക്ടറെയും കാണണ്ട. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഷഷ്ടിവ്രതം എടുക്കുക. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.